ഇവിടെ ഒരു പെണ്ണ് അർജന്റായി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ലേഡി അവളെ വിളിച്ച് ഒരു കോഫി വാങ്ങി തരുമോ എന്ന് ചോദിക്കുന്നു. പക്ഷെ അവൾക്ക് തന്റെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തേ പറ്റൂ, അതുകൊണ്ട് സമയമില്ലെന്ന് പറഞ്ഞു പോകുന്നു. പക്ഷെ 10 അടി മുന്നോട്ട് നടക്കുന്നതിനുള്ളിൽ തന്നെ അവൾ മനസ്സനുവദിക്കാത്തത് കൊണ്ട് തിരികെ വന്ന് കോഫി വാങ്ങിത്തരാമെന്ന് പറയുന്നു. ഓൾറെഡി അവൾ ഇന്റർവ്യൂവിന് ലേറ്റ് ആയതുകൊണ്ട് വെയിറ്ററിനോട് പെട്ടെന്ന് കോഫി ഉണ്ടാക്കാൻ പറയുന്നു. അത് കൊണ്ടുവന്ന് കൊടുത്തതും ആ ലേഡി അത് വേഗം തന്നെ കുടിക്കുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് അവർക്ക് ബ്ലഡ് ഷുഗർ ലോ ആയതുകൊണ്ടാണ് ഹെൽപ്പ് ചോദിച്ചത്. അവൾ ചെയ്ത സഹായത്തിന് അവർ നന്ദി പറയുന്നു. അവൾ ഇന്റർവ്യൂവിന് ലേറ്റ് ആയെന്ന് പറഞ്ഞ് വേഗം തന്നെ പോകുന്നു. അവിടെ എത്തിയപ്പോഴേക്കും അവൾ ഇന്റർവ്യൂവിന് ഒത്തിരി ലേറ്റ് ആവുന്നു. അവൾ മാത്രമാണ് ലാസ്റ്റ് കാൻഡിഡേറ്റ് ആയുള്ളത്. അവിടെ 2 പേർ അവളെ ഇന്റർവ്യൂ ചെയ്യുന്നു. അവർ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും അവൾ ശരിയുത്തരം പറയുന്നു. ഒരു വിധത്തിൽ ജോലി കിട്ടുമെന്ന വിശ്വാസത്തിലിരിക്കുമ്പോൾ ഒരു സീനിയർ ഓഫീസർ അകത്തേക്ക് വരുന്നു. അയാൾ അവളുടെ പ്രൊഫൈൽ പോലും നന്നായി നോക്കാതെ ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞയക്കുന്നു. ഇനി ആ ജോലി കിട്ടില്ലെന്ന് വിചാരിച്ച് അവൾ വിഷമത്തോടെ പോകുന്നു. പക്ഷെ പിറ്റേ ദിവസം തന്നെ ജോയിൻ ലെറ്റർ കിട്ടുന്നു. അവൾ അപ്ലൈ ചെയ്ത പോസ്റ്റിലേക്കാണ് ജോലി കിട്ടിയതെന്ന സന്തോഷത്തിൽ അവൾ വരുന്നു. പക്ഷെ അവൾക്ക് ബോസിന്റെ അസിസ്റ്റന്റ് ആയാണ് ജോലി കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ അവൾക്ക് കിട്ടേണ്ടതിനേക്കാൾ ഇരട്ടി ശമ്പളവും പറയുന്നു. അത് കേട്ട് അവൾക്ക് ഒന്നും മനസ്സിലാവാതെ ബോസിനെ കാണാനായി വരുന്നു. വന്നു നോക്കുമ്പോൾ ഇവൾ നേരത്തെ കോഫി വാങ്ങിക്കൊടുത്ത ലേഡിയാണ് ഈ കമ്പനിയുടെ ബോസ്. അവരാണ് ഇവളുടെ പ്രൊഫൈൽ ഓക്കെ ആക്കിയത്. അവൾ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്ത ചെറിയൊരു സഹായം അവളുടെ തലവിധി തന്നെ മാറ്റിയിരിക്കുന്നു.